കേരളത്തിലെ ഒരു ചരിത്രത്തിൽ ഈ ഭൂമിയോടൊപ്പം തന്നെ ഭൂസമരങ്ങൾ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ ഒരു ഭാഗമാണ്. അപ്പോൾ തോന്നുന്നത് 70കളിൽ AKG നടത്തിയിട്ടുള്ള മിച്ചഭൂമി സമരം, അതിന് മുമ്പുള്ള ഭൂസമരങ്ങളുടെ കാര്യം നവോത്ഥാനവുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടാണ്. അത് ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം നടന്നിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ മിച്ചഭൂമി സമരമാണ്. പക്ഷേ ഈ മിച്ചഭൂമി സമരത്തിന് ശേഷം പിന്നീട് ഭൂമിയെക്കുറിച്ച് വല്ലാത്തൊരു മൗനമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സമരങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷമാണ് ഒരു ഘട്ടത്തിൽ. പക്ഷേ ഈ ഇടതുപക്ഷം തന്നെ ഭൂമിയെക്കുറിച്ച് മൗനമാണ് പാലിച്ചത്. ഒരു ഘട്ടത്തിൽ CPM-ൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ തന്നെ പറയേണ്ടതാണ്, ഭൂപരിഷ്കരണം ഇനി ആവശ്യപ്പെടുന്നവർ വിപ്ലവ വായാടികളാണ്, വിപ്ലവ വായടിത്തമാണെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. തോമസ് ഐസക്കിൻ്റെ പുസ്തകമുണ്ട്, ഭൂമി നമ്മൾ ഈ കേരളത്തിലെ ഭൂപരിഷ്കരണം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ്. ഇനിയുള്ളത് ചില തുണ്ട് ഭൂമികളുടെ പ്രശ്നമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശം. പക്ഷേ അടിസ്ഥാനപരമായി ഭൂമിയുടെ കേരള ഭൂപരിഷ്കരണം ജനങ്ങളെ വഞ്ചിച്ചു എന്ന് കേരളത്തിൻ്റെ മുമ്പിൽ ആദ്യമായി തിയറട്ടിക്കലായി സ്ഥാപിച്ചെടുത്തത് KK കൊച്ചാണ്. അദ്ദേഹം എഴുതിയ ലഘുലേഖയാണ് അത്. അനുമോദന പലർക്കും ചർച്ചയുണ്ടെങ്കിൽ ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു അവബോധമായിട്ട് വന്നത് അവിടെ നിന്നാണ്. പക്ഷെ അതേസമയം ചെങ്ങറ സമരം, അതിനു മുമ്പ് നടന്ന മുത്തങ്ങ സമരം, ആദിവാസികളുടെ ഭൂപ്രശ്നത്തെക്കുറിച്ച്. ആദിവാസികളുടെ ഭൂപ്രശ്നം മറ്റൊരു പ്രശ്നമാണ്. ആദിവാസികൾ ഭൂമി ഇല്ലാതായത് പരമ്പരാഗതമായ ഭൂമി ഇല്ലാത്തതുകൊണ്ടല്ല. പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഭൂമി കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും പിടിച്ചെടുത്തതുകൊണ്ടാണ്. ആദിവാസികൾക്ക് പരമ്പരാഗതമായ ഭൂമി ഉള്ളവരാണ്, പട്ടികജാതിക്കാരെ പോലെയല്ല. അവർക്ക് കാട് ആണ് അവരുടെ അടിസ്ഥാനം. കാടിനോടനുബന്ധിച്ച് അവരുടെ ഭൂമിയും ആവാസവും അത് കയ്യേറിയതോടെ ആദിവാസികളുടെ ഭൂമി നഷ്ടപ്പെട്ടു. ആദിവാസികളുടെ ഭൂസമരം പ്രശ്നം വരുന്ന അങ്ങനെയാണ്. ഇപ്പോൾ മുത്തങ്ങ സമരം കേരളത്തിലെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ളൊരു ആദിവാസി ഭൂസമരമാണ്. സമാനമായി അതിന് നേരെ നടന്ന വെടിവെപ്പ്, കേരളത്തിൽ അന്ന് ഭരിച്ചിരുന്ന AK ആൻ്റണി ഗവൺമെൻറ് അവരോട് കാണിച്ച വഞ്ചന. ആദ്യം അവരുടെ കുടിൽകെട്ടി സമരം ഉണ്ടായിരുന്നു. മുത്തങ്ങ സമരത്തിന് മുമ്പ് കുടിൽകെട്ടി സമരം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് നടയിൽ. കുടിൽകെട്ടി സമരത്തിൽ ആൻ്റണി പോയി മറ്റേ കോൽക്കളി കളിക്കുന്ന ഒരു സീനുണ്ട്, ഒത്തുതീർപ്പ് ദിവസം. പക്ഷെ ആ കോൽക്കളി കളിച്ച ആൻ്റണി തന്നെയാണ്, ആ ആൻ്റണിയുടെ സർക്കാർ തന്നെയാണ് മുത്തങ്ങയിൽ അവർ സമരം ചെയ്തപ്പോൾ ആ കരാർ പാലിക്കാത്തതിന് കുടിൽകെട്ടി സമരം നടത്തിയ മുത്തങ്ങയിൽ സമരം നടത്തിയ അവർക്ക് നേരെ വെടിവെച്ചത്.